കണ്ണേകരളെ VSA എന്ന് അണികൾ ആർത്തുവിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ നടന്നു കയറുന്ന വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ. ശങ്കരൻ എന്ന സാധാ കൂലിത്തൊഴിലാളിയുടെ മകൻ. ഒരു സാധാരണ കൂലിത്തൊഴിലാളി ആയിരുന്നെങ്കിൽ തെറ്റെന്ന് തോന്നുന്നിടത്ത് ആത്യന്തമില്ലാതെ കലഹിച്ചിരുന്ന ശങ്കരൻ. VS എന്ന രണ്ടക്ഷരത്തിലും കാണാൻ സാധിച്ചിരുന്നത് അച്ഛന്റെ അതേ മനസ്സാണ്. അച്ഛൻ പാർട്ടി പ്രവർത്തകനായിരുന്നില്ല, എന്നാലും അച്ഛന്റെ സ്വാധീനം VSനുണ്ട്. പുന്നപ്ര വയലാറിന്റെ കനലാണ് VS എന്ന വിപ്ലവകാരിയെ ഉണർത്തിയത്. കൊടിയ മർദ്ദനത്തിനൊടുവിൽ ചോര വാർന്നു മരിച്ചുവെന്നുറപ്പിച്ച പോലീസുകാർക്ക് മുന്നിൽ കത്തിജ്വലിച്ച് ഉയർത്തെഴുന്നേറ്റ വിപ്ലവ സൂര്യനായിരുന്നു മലയാളികൾക്ക് VS എന്ന നോയക്ഷയം. പോരാട്ടം എന്ന വാക്കിനൊരാൾ രൂപമുണ്ടെങ്കിൽ അത് VS എന്ന മനുഷ്യനാണ്. പുന്നപ്ര വയലാറിൽ കത്തിയൊരു മുദ്രാവാക്യം അതങ്ങ് ആളിപ്പടർന്നു. സൂര്യനെല്ലിയിലെയും മൂന്നാറിലെയും തുടങ്ങി കാസർഗോഡ് വൻമലകളിലും പ്ലാച്ചിമടയിലും തട്ടിയ ആ മുദ്രാവാക്യം അയാളുടെ പിന്നാലെ തന്നെ നടന്നു. ആലപ്പുഴയിലെ പുന്നപ്രയിൽ ബെന്തലത്തറ കുടുംബത്ത് ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനനം. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പോരാട്ട വീര്യം. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായതോടെ 7-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസ ജീവിതം അവസാനിച്ചു. പിന്നീട് ജ്യേഷ്ഠനിൽ നിന്ന് തയ്യൽ പഠനം. അത് കഴിഞ്ഞ് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. സഖാക്കളുടെ സഖാവ് P. കൃഷ്ണപിള്ളയുടെ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിച്ചു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളിയെ സംഘടിപ്പിച്ചു തുടക്കം. 17-ാം വയസ്സിൽ പാർട്ടി അംഗം. 1980 മുതൽ 92 വരെ 12 വർഷക്കാലം CPMന്റെ സംസ്ഥാന സെക്രട്ടറി. കണിശതയ്ക്കൊരു പകരം വാക്കുണ്ടെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി VS അച്യുതാനന്ദൻ എന്നായി. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്ത വൈരുദ്ധ്യത്തിന്റെ കാലവുമുണ്ടായി VSന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പാർട്ടിക്കകത്തെ വിഭാഗത്തിൽ ഒരു വിഭാഗത്ത് VS ഉണ്ടായിരുന്നു. ആദ്യം EK നയനാരും പിന്നീട് പിണറായി വിജയനും എതിരാളികൾ. 96-ൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ചരടുവലികൾ ഉണ്ടാക്കി VSനെ പാർട്ടിക്കാർ തന്നെ മാരാരിക്കുളത്തു നിന്ന് തോൽപ്പിച്ചു. നയനാർ മുഖ്യമന്ത്രിയായി. പിന്നീട് കണ്ടത് മറ്റൊരു VSനെ. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം ജനങ്ങളുടെ ജനകീയ നേതാവിലേക്കുള്ള പരകായ പ്രവേശനത്തിന്റെ ദിവസങ്ങളായിരുന്നു. 2007 മെയ് 13 ഞായർ നടയാർ റോഡിലെ സമ്മർ കാസിൽ എന്ന 5 നില റിസോർട്ട് ഇടിച്ചു നിർത്തിക്കൊണ്ടാണ് പൂച്ചകൾ ദൗത്യം തുടങ്ങിയത്. കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ പുതിയ പാതയാണ് അന്ന് വെട്ടിത്തുറന്നത്. VSന്റെ ജനപ്രീതി കുത്തനെ ഉയർത്തിയ സംഭവമായിരുന്നു അത്. ആദ്യഘട്ടത്തിൽ പാർട്ടി VSനൊപ്പമായിരുന്നു. എന്നാൽ CPI ഓഫീസിന്റെ മുൻവശം പൊളിച്ചതോടെ ദൗത്യസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വിവാദമായി. രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ ദൗത്യസംഘത്തെ VSന് പതിയെ പിൻവലിക്കേണ്ടി വന്നത് ചരിത്രം. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള സമരങ്ങൾ ഏറ്റെടുത്തു VS. സൂര്യനെല്ലിയിലെ ആ പാവ പെൺകുട്ടിക്ക് താങ്ങും തണലുമായി നിന്നു ആ മനുഷ്യൻ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. 83-ാം വയസ്സിൽ കേരള മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം സീറ്റ് നിഷേധിച്ച പാർട്ടിക്ക് വമ്പിച്ച ജനകീയ ഇടപെടലിനെ തുടർന്ന് സീറ്റ് നൽകേണ്ടി വന്നതും ചരിത്രം. നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിന്റെ അഭാവം കേരളവും പാർട്ടിയും വല്ലാണ്ടങ്ങറിഞ്ഞ കാലവുമുണ്ടായി. മാധ്യമ സിൻഡിക്കേറ്റുകൾക്കും കേരളത്തിലെ കുഞ്ഞു ഹൃദയങ്ങൾക്കും VS അച്ചുമാമനായ കാലം. പ്രായക്കൂടുതലിനെ കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ ഒരുക്കിയൊരു പരിഹാസത്തിൽ ഒരു 4 വരി കവിതയായിരുന്നു സഖാവിന്റെ മറുപടി. തല നരയ്ക്കുകയല്ലെന്റെ വൃദ്ധത്വം, തലകരയ്ക്കാത്തതല്ലൻ യുവത്വവും, പുതിയൊരു ദുഷ്പ്രഭവത്തിന് തിരുമുന്നിൽ തല കുനിക്കാത്തതാണ് യൗവനം. കണ്ണേ കരളയെന്ന് ഒരു നേതാവിനെ കേരളം ഒറ്റക്കെട്ടായി വിളിച്ചിട്ടുള്ളൂ. സഖാവെന്ന് പറയുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഒറ്റപ്പേരെ വന്നിട്ടുള്ളൂ. അത് VS എന്ന 2 അക്ഷരം മാത്രം. കേരളത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ആലപ്പുഴയുടെ വിപ്ലവമുത്ത്. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റിനിവിട. രാഷ്ട്രീയ അധികാരിന് മുന്നിൽ കേരളനാഥൻ ടീമിന്റെ അന്ത്യാഭിവാദ്യങ്ങൾ.